ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും വിശേഷം? സുഖമല്ലേ? നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലോ കേട്ടോ. കഴിഞ്ഞൊരു വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു യാത്രയ്ക്ക് പോവാണ്, അതിനായിട്ടാണ് വീട്ടിലേക്ക് വന്നതെന്ന്. അപ്പോൾ ഞങ്ങൾ ഒരു കാര്യം തുടങ്ങാൻ പോവുകയാണെന്നും ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ ഈ യാത്ര പോക്ക്. അതായത് ഞങ്ങൾ ഒരു ക്ലോത്തിങ് സ്റ്റോർ തുടങ്ങി, ഞാനും എൻ്റെ അനിയത്തിമാരും കൂടെ ചെറിയൊരു ക്ലോത്തിങ് സ്റ്റോർ ഓൺലൈനായിട്ടാണേ. അപ്പോൾ അതിന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി എറണാകുളത്തേക്ക് പോവാണ് കേട്ടോ. നമ്മൾ നേരത്തെ തന്നെ ഒരുപാട്, അതായത് ഒരു 1 മന്ത് തൊട്ട് നമ്മൾ കടയൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെർച്ച് ചെയ്ത് നമ്മൾ കടകളൊക്കെ കണ്ടുപിടിച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള ബഡ്ജറ്റ് നമുക്കില്ലായിരുന്നു, കാരണം കുറച്ച് ബഡ്ജറ്റിലാണ് ആദ്യം നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അതായത് വളരെ വളരെ കുറച്ച് ബഡ്ജറ്റിൽ, ഈ ബഡ്ജറ്റിലൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ ചെയ്യാം കേട്ടോ. അധികമൊന്നും കിട്ടില്ലെങ്കിലും നമുക്ക് കുറച്ചൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്നതിൽ കിട്ടും. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ഷെയർ ഇട്ട് ഒരു ബഡ്ജറ്റ് ഇതാക്കിയിട്ട് ഞങ്ങളിതാ ഫസ്റ്റ് പർച്ചേസിങ്ങിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യം കുറേ കടകൾ കയറി ഇറങ്ങണമല്ലോ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏതാണെന്നൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാനായിട്ട് കയറി കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറി. ഞാൻ പൂരിയും അവൾമാർ ദോശയും ഒക്കെ വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കയറിയത്. പക്ഷേ നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മളത് കഴിച്ചിട്ടിതാ നമ്മൾ നേരെ പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പർച്ചേസിങ് എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു കടമ്പയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. കാരണം ഞാൻ മറിയൂസിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വേറെ ആരും വീട്ടിൽ മറിയൂസിനെ നോക്കാനായിട്ടില്ല കേട്ടോ. കാരണം അവൾ കുഞ്ഞായതുകൊണ്ട് ആരുടെ അടുത്തും പോകത്തുമില്ല. അങ്ങനെ ഞങ്ങൾ കുറേ കടകളൊക്കെ കയറി ഇറങ്ങി നല്ല അഫോർഡബിൾ പ്രൈസിൽ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തു കേട്ടോ. കുറേ കടകളൊക്കെ കയറി ഇറങ്ങി ഞങ്ങൾ മടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിതാ കുറച്ചൊന്ന് ചില്ലാവാൻ വേണ്ടി സോഡ ലൈമൊക്കെ കുടിച്ചു. അവൾ പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങൾ അവിടെയുള്ള കുറേ കടകൾ കയറി ഇറങ്ങി നടന്നു കേട്ടോ. കുറേ അടുത്തു നിന്നൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തു. നമ്മൾ അഫോർഡബിൾ പ്രൈസിൽ നമ്മൾ പർച്ചേസ് ചെയ്തു കേട്ടോ. ഈ കയറിയിറക്കം തന്നെ വലിയൊരു പാടായിരുന്നു, കാരണം കുറേ കടകളിൽ നമ്മളോട് പറഞ്ഞു ഒരു മിനിമം തുകയ്ക്ക് അവർ പറയും അതിൽ പർച്ചേസ് ചെയ്യണമെന്ന്. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്നത് കൊണ്ട് തന്നെ അത്രയും തുക നമുക്ക് കയ്യിലില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചില കടകളുണ്ട് നമ്മളതിങ്ങനെ പറയുമ്പോഴത്തേക്കും തരുന്ന കടകളും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. കാരണം ഞങ്ങളാണ് ഫസ്റ്റ്, അതായത് തിരക്കാവുന്നതിന് മുന്നേ തന്നെ അവിടെ എത്തിയത്. അതുകൊണ്ട് കട തുറക്കുന്നതിനും ഞങ്ങൾ കയറിയത് കൊണ്ട് തന്നെ ആളും തിരക്കും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് ഒരു കടയൊക്കെ കണ്ടു. അവരുടെ അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എന്തായാലും നമ്മൾ ഇവിടം വരെ വന്നതല്ലേ, കാരണം അതുപോലെ മടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ AC ഒക്കെ കൊണ്ട് വെറുതെ ലുലുവിൽ ഇരിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മൾ പാത്രത്തിൻ്റെ സെക്ഷനിലേക്ക് നോക്കി. നല്ല ഒരുപാട് വെറൈറ്റീസും ഒരുപാട് ഓഫേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇത് കണ്ടില്ലേ, ഇവിടെ അപ്പടി ഇപ്പം ക്രിസ്മസ് തീമിലാണ് എല്ലാ സംഭവവും. ഒരുപാട് ക്രിസ്മസ് ട്രീസും ഡെക്കറേഷൻ ഐറ്റംസും ക്രിസ്മസ് പപ്പാമാരും ഒക്കെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്ലം കേക്കുകളുടെ വെറൈറ്റി ഉണ്ടായിരുന്നു. പിന്നെന്താണ്, വൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാര്യമായിട്ടൊന്നും പർച്ചേസ് ചെയ്തില്ല, കാരണം നമ്മൾ വലിയൊരു പർച്ചേസും കഴിഞ്ഞ് കയറിയതാണല്ലോ. പിന്നെ നമ്മൾ അതിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്നു. പിന്നെ ഫുഡ് കൗണ്ടറിൽ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ നമുക്ക് കഴിക്കാനുള്ളതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞണ്ടിനെ പിടിക്കാൻ പോയതാണ്. ഞണ്ടൊരു ഇറുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. സാരമില്ല, ജീവനുള്ള ഞണ്ടാണ് കേട്ടോ ആ കിടക്കുന്നതെല്ലാം. ചിലതിനൊക്കെ ജീവനുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, പുൽക്കൂടിൻ്റെ കേക്ക് വെച്ചിരിക്കുന്ന കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളത് വാങ്ങിച്ചില്ല. ഫുള്ളായിട്ടും ക്രിസ്മസ് തീം പോലെ ഇല്ലേ ഇതൊക്കെ കാണുമ്പോൾ തന്നെ. നമ്മളൊരു റെഡ് വെൽവെറ്റിൻ്റെ ഒരു പേസ്ട്രി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിസ്താഷ്യോ കുന അങ്ങനെ ഒരു പേരും അറിയില്ലേ, ആ സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ, വേറെ എവിടെയും കയറാൻ നിന്നില്ല. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ടാറ്റ ബൈ.